എന്നുവെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചോന്ന് മണിയന്നെ അറിയാൻ പണ്ട് സൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജോത്സാറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയാണ് മണിയന്നെ. തുടക്കം തൊട്ട് മണിയുണ്ട്. പിന്നെ അവരുടെ സഹോദരൻ അയ്യോ സന്തോഷ് ഭായ് ഐ എം സോ സോറി പറയാൻ പറ്റിയ കാര്യം എന്നെ ഓടിച്ചിട്ട് ഇടിച്ച ആൾക്കാരാണ്. രമ്യൊക്കെ വിചാരിക്കണ പോലൊന്നുമല്ല. ഈ സിനിമയിൽ ഏറ്റവും വലിയ കരാട്ടയും ചൂടൊക്കെ അറിയാവുന്ന നീത്ത സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് വിജയൻ, സിദ്ദിഖ തുടങ്ങിയ ആൾക്കാരിവിടെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വാക്കാണ് ഈ സിനിമയിലേക്ക്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു പുതിയ കോമ്പിനേഷൻ. കാരണം നമുക്കറിയാം 148ാമത്തെ സിനിമയാണ്. 148ാമത്തെ സിനിമയിൽ വന്നിട്ട് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അല്ല അതാണ് പറഞ്ഞില്ലേ, എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ സിനിമയിൽ. ഇപ്പൊ അവിടെ നിന്ന് ഈ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോ ആ തങ്കമണി എന്നുള്ള പാട്ടുകളുടെ പറ്റ കണ്ണറിയാണെന്ന് പറഞ്ഞു. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ്. പക്ഷെ എന്നാൽ അതിനുണ്ടാക്കിയ ഫീല് അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാരെ അവരോടുമൊക്കെ നന്ദി പറയണം. വില്യം വിധു സോറി പ്രമാനം എല്ലാവരോടും പ്രത്യേകം. ദേവാനന്ദൻ പേരുകൾ വേറെയൊക്കെയാണ്. ഇതിനു മുമ്പ് നിശോധം ചെയ്യുമ്പോൾ വേറെ പേരായിരുന്നു. പ്രതാപ് അവർ ഇവരിടക്കിടയ്ക്ക് പേര് മാറ്റുന്നത് നമുക്ക് ടെൻഷനാണ്. ഇല്ലേ അന്ന് പാടുമ്പോ പ്രതാപല്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ ചേട്ടാ ഞാൻ പേര് പറ്റി ദേവാനന്ദൻ ആക്കിയതാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോ പറയണം. ഇനി മാറ്റില്ല ഫിക്സ്. ഓക്കെ ഡൺ. ആളുകൾ വിചാരിക്കണ്ട മാറ്റുണ്ടായിരുന്നു വിചാരിക്കണ്ട. ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. സോ ദിലീപേട്ട താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ഒരു ദിവസം എനിക്കറിയാം ദിലീപേട്ട സിനിമയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോ എന്താന്ന് വെച്ചാൽ രാവിലെ തുടങ്ങി ഇന്നലെ തുടങ്ങി പ്രൊമോഷന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ട് വെളിവ് പോയിട്ട് അടിപൊളി. പക്ഷെ രാവിലെ തൊട്ട് പ്രൊമോഷനാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ മാർച്ച് 7 തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ അല്ലെ. അപ്പൊ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈഡി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം കൂടെ എത്തിച്ചേർന്നത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണ്. അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. തീർച്ചയായിട്ടും അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടുപോയി. എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മായാമോഹിനിയായിട്ടും സൗണ്ട് തോമിയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലെത്തിച്ച റോഷൻ എന്നെ സോറി. എന്റെ വളരെ അത്രയും കഴിവുള്ള മേക്ക് മാനിൽ എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ ജി. ഐ എം സോ സോറി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര നെർവസായി. എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന ലിസ്റ്റിൻ ഭായ്, ഷാജി ഭായ് എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇവിടെ വിട്ടുപോയില്ല. ഓക്കെ സുൽത്താനോടല്ല സംശയം ചോദിക്കുന്നത്. ജോൺ ബ്രദർ വന്നിട്ടില്ല. സാർ എന്റെ ഡ്രസ്സെല്ലാം എങ്ങനെ പോയിച്ചു സാർ? അത് യാർ വാങ്ങി വെച്ചു? Love you brother.